വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ളത് നമ്മൾ പലപ്പോഴായി കാണുന്നതാണ്. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഹെഡ് സർവേയർ വിജിലൻസിന്റെ പിടിയിലായി എന്ന വാർത്തയാണ് വരുന്നത്. മുണ്ടോത്ത് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിലെ NK മുഹമ്മദാണ് പിടിയിലായത്. 10,000 രൂപ വാങ്ങുന്നതിനിടെ ഉള്ളിയേരിയിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടിയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. അഭിജിത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ഈ പിടിയിലായത് എങ്ങനെയാണ്? ഈ കൈക്കൂലി വാങ്ങുന്നവരെങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? സ്മിത, ഗുഡ് ഈവനിങ്. അല്പസമയം മുൻപാണ് ഉള്ളിയേരിയിൽ വെച്ച് ഹെഡ് സർവേയറായ മുഹമ്മദ് NK വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഇയാൾ മുണ്ടോത്ത് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിലെ ഹെഡ് സർവേയറാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ സർവേ ഒക്കെ നടക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇയാൾ പരാതിക്കാരനോട് 25,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ഉള്ളിയേരി സ്വദേശിയായ പരാതിക്കാരന് അനുകൂലമായി ഈ സർവേ നടത്താം എന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഈ 25,000 രൂപ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഈ പരാതിക്കാരൻ അത് വിജിലൻസിനെ അറിയിക്കുന്നു. അങ്ങനെ വിജിലൻസ് പറയുന്നതനുസരിച്ചാണ് ഇന്ന് ഉള്ളിയേരിയിൽ വച്ച് ഈ പണം കൈമാറാം എന്നുള്ളൊരു ധാരണ എത്തുന്നത്. അങ്ങനെ 10,000 രൂപ ഇയാൾക്ക് നൽകുന്നതിനിടയിലാണ് വിജിലൻസ് എത്തി ഇയാളെ പിടികൂടുന്നത്. ഏതായാലും അല്പസമയം മുൻപായിരുന്നു ഈ സംഭവം. ഉള്ളിയേരിയിലെ ഫേമസ് ബേക്കറിക്ക് മുൻവശത്ത് വെച്ച് വിജിലൻസ് സംഘം തന്നെ പറയുന്നതനുസരിച്ചാണ് നിലവിൽ ഈ മുഹമ്മദ് NK എന്ന ഹെഡ് സർവേയർ പിടിയിലായിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. സമാനമായ രീതിയിൽ പല ഓഫീസുകളിലും ഈ കൈക്കൂലി വാങ്ങുന്നവർക്കൊരു താക്കീത് കൂടിയാണ് ഇത്. അപ്പം ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത്തരം പരാതി ഉണ്ടെങ്കിൽ വിജിലൻസിനെ അറിയിക്കാവുന്നതാണ്. തെളിവ് സഹിതം ഇങ്ങനെ കൈയോടെ പിടികൂടും. ഇതിലൊരു കാര്യം, പലപ്പോഴും നമുക്ക് ഈ പരിചയമുള്ളവരൊക്കെ ചെറിയ തുകകളാണ് പല ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ കൈക്കൂലി വാങ്ങിയെന്ന് നമ്മളോട് പറയും, പേഴ്സണലി പരിചയമുള്ളവർ. അപ്പം നമ്മളിത് നമുക്ക് റിപ്പോർട്ട് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ എൻ്റെ കാര്യം അത് ചെറിയ കാര്യമാണ്, അതൊന്നും നടത്തട്ടെ, എന്നിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതിനകത്ത്. കാരണം പാവങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്കായി ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ അത് നടന്നു കിട്ടും. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇവർ കൂടുതൽ മുതലെടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്.